ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ വളരെ വിപുലമായ പല പരിപാടികളോടുകൂടി ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള ഒരു പൊതുസമ്മേളനത്തോടുകൂടി സമാപിക്കപ്പെടും. അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ഈ വിനീതൻ്റെ നേതൃത്വത്തിൽ ഒരു ശതാബ്ദി സന്ദേശയാത്ര ആവശ്യമാണെന്ന് നിർബന്ധമായി ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ നാഗർകോവിൽ നിന്ന് ആരംഭിച്ചു. കർണാടകയിൽ മാംഗ്ലൂർ അവസാനിപ്പിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയുടെ 2ാം ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന്ന് പുത്തിരികണ്ടം മൈതാനിയിൽ വൈകുന്നേരം 4 മണിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ ഉദ്ഘാടനം ചെയ്യും. കെ മുരളീധരൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. പിന്നെ അധ്യക്ഷൻ ഇവിടെ ഈ പ്രദേശത്തുള്ള സമസ്തയുടെ നേതാവ് ഷാജഹാൻ ദാരിമിയായിരിക്കും. സ്നേഹപ്രഭാഷണം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി അവർ നടത്തും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രവർത്തകരും മറ്റൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ സ്വീകരണ യോഗമായിരിക്കും തിരുകണ്ഠ മൈതാനിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും. പിന്നെ ഇന്ന് രാത്രി അതേപോലെ കൊല്ലത്താണ് ഇതിൻ്റെ സമാപനം. MK പ്രേമചന്ദ്രനായിരിക്കും അവിടെ യോഗം ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ നിലക്ക് തള്ളപ്പെടും എന്നുള്ള ഒരു വിശ്വാസം നമുക്കില്ല. കാരണം രേഖകളൊക്കെ മിക്കവാറും സംരക്ഷിച്ച് വെക്കുന്നവരാണ്, നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നവരാണ്. ആ രേഖകളൊക്കെ നമ്മൾ ഹാജരാക്കി വെക്കണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളെ ഒരാളെന്നാണ് പറഞ്ഞു, അയാൾക്ക് 56 വയസ്സിൽ ഒരു മകൻ ജനിച്ചു. അപ്പോൾ 56 വയസ്സിൽ എങ്ങനെ മകൻ ജനിക്കുക എന്നുള്ളത് ഒരു BLO അത് റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം അതാണെന്ന് പറഞ്ഞു. അപ്പോൾ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ട് ആയിട്ടില്ലല്ലോ, അതിൽ റിസൾട്ടൊക്കെ വരണുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പേ അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം. പിന്നെ 56-ാം വയസ്സിൽ ഒരാൾക്ക് എന്താ ജനിച്ചൂടെ? എൻ്റെ ഉമ്മാൻ്റെ പാപ്പാക്ക് എത്രയോ 90 മേലാവുമ്പോഴാണ് ഒരു കുട്ടി ജനിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ്. ബീഹാറത്തെ സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല, എന്താ അവിടെ സംഭവിച്ചതെന്നുള്ളത്. ആർക്കും വ്യക്തമായ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പത്രക്കാരെടുത്തും വലിയ അറിവൊന്നും ഇല്ലാന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്താ ബീഹാറിൽ തള്ളപ്പെടാനുള്ള കാരണം? പല അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരും പലതും പറയണം. അപ്പോൾ കേരളത്തിൽ നമുക്ക് വ്യക്തമായ രേഖകളൊക്കെ ഉണ്ടായിട്ട് തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് അത് അവതരിപ്പിക്കപ്പെടാനും അത് ഹാജരാക്കാനുള്ള വേദികളൊക്കെ ഉണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതനുസരിച്ച് നമ്മൾ ഹാജരാക്കിയിട്ട് പിന്നെയും തള്ളപ്പെടുകയാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് സംശയം വേണ്ടത്. അല്ല, അതിപ്പോൾ തിരഞ്ഞെടുപ്പിന് ഇടയിൽ അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുമല്ലോ ഓരോരുത്തരും. നല്ലൊരു സമയമാണത്. തിരഞ്ഞെടുപ്പിന് ഇടയിൽ ജനങ്ങളെന്താക്കുക ഈ വിഷയത്തിലേക്ക് ബോധവാന്മാരാക്കണം. തിരഞ്ഞെടുപ്പിനാണിപ്പോൾ ആവശ്യം. അപ്പോൾ തിരഞ്ഞെടുപ്പിനെതിരിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിലൊന്നും അതിലൊന്നും ആരും ചെയ്യാതെയും റെക്കോർഡുകളൊക്കെ ഹാജരാക്കാതെയും BLOമാർക്ക് അതിൻ്റെ രേഖകളൊക്കെ കൊടുക്കാതെയൊന്നും ആരും ഇവിടെ ബാക്കിയില്ല. എല്ലാവരും ശരിക്ക് അധ്വാനിച്ച് വളരെയധികം ശ്രദ്ധിച്ച് സംഗതികളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സമസ്തയും ലീഗും തമ്മിലൊരു ഇഷ്യൂ ഇല്ല. ഉദ്ഘാടനത്തിന് അയാൾ ക്ഷണിക്കപ്പെട്ടതായിരുന്നു. ആരെ? ഖാദിർ മൊയ്തീൻ സാഹിബിനെ. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നത്. ഉദ്ഘാടനത്തിന് എത്തിപ്പെടാൻ ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചിരുന്നു. ഞാൻ നേരിട്ടാണ് ക്ഷണിച്ചത്. അങ്ങനെ ക്ഷണിച്ച ആൾ പങ്കെടുക്കാമെന്ന് എന്നോട് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് ഇങ്ങോട്ടും അങ്ങോട്ടുള്ള ടിക്കറ്റുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മൂപ്പര് വിളിച്ചു പറഞ്ഞ് വരാൻ കുറച്ച് പ്രയാസമുണ്ട്.
അതങ്ങനെ സ്വന്തം അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവാമല്ലോ. അത് ലീഗും സമസ്തയും തമ്മിലുള്ളതായ എന്തെങ്കിലും പിന്നെ പിന്നെ പണക്കത്തിൻ്റെ ഒരു ഭാഗമല്ലത്. അങ്ങനത്തെ ഒരു പണക്കോട്ടില്ലായിരുന്നു. അതെ, നമുക്ക് ആശങ്കയൊന്നും ഇല്ലായില്ല. എന്തിപ്പോൾ ആശങ്ക ആർക്കും ഇഷ്ടമുള്ളപ്പോൾ യാത്ര ചെയ്യാലോ. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന പിന്നെ ഗുണവും നഷ്ടവും ലാഭമൊക്കെ ഓരോരുത്തരും അനുഭവിക്കും, അത്രയേ ഉള്ളൂ. അത് പൊതുജനം എങ്ങനെ ഇതിനെ വിലയിരുത്തലും അതുപോലെ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റും നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒപ്പം യാത്ര പോകാൻ പാടില്ല? വെള്ളാപ്പള്ളി നടേശനോട് പറയാൻ പറ്റുമോ നിങ്ങൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം യാത്ര പോകാൻ പാടില്ല? അത് ആരൊപ്പം ഇഷ്ടമുള്ളവരൊപ്പം യാത്ര ചെയ്യാലോ. അല്ല, അടുപ്പത്തിൻ്റെ പിന്നിൽ ന്യൂനപക്ഷ അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ അടുപ്പം. എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ, മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഗവൺമെൻറ് സംരക്ഷിക്കണം. അതിനുവേണ്ടി ഇവിടെ ഏത് കാലഘട്ടത്തിലും വരുന്ന ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ എന്താവലുണ്ട്, സൗഹാർദ്ദത്തിൽ പോകലുണ്ട്. അതിൻ്റെ ഒരു ഭാഗം അത്രേ ഉള്ളൂ. അത് UDF വന്നാലും LDF വന്നാലും വേറെ ഏത് ഗവൺമെൻറ് വന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ്.